ഒരു മകനിൽ നിന്നും കിട്ടേണ്ട സ്നേഹം കിട്ടാതെ ആ ഹൃദയം തകർന്ന അച്ഛനോട് സംസാരിച്ചു. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നവരാണ് നമ്മളാകാനായിട്ട് ഉരുകിത്തീർന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇല്ല സാറേ, ഇനി അങ്ങനെ ആ ആഗ്രഹം പറയാൻ അമ്മയില്ല. ഹലോ പ്രിയമുള്ളവരെ, നമസ്കാരം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 21-ാം തീയതി, ജൂൺ 21-ാം തീയതി, ഇന്ത്യ, അമേരിക്ക, കാനഡ തുടങ്ങിയ 50ഓളം രാജ്യങ്ങളിൽ ഫാദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. പിതാക്കന്മാരെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവരെ ഓർക്കാനും ആദരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ദിവസം. അപ്പോൾ ഈ ദിവസത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, ഈ കുറച്ച് നാൾ മുൻപ് അച്ഛൻ എന്നോട് പങ്കുവച്ച അച്ഛൻ്റെ ആ ഒരു ജീവിത അനുഭവം ഈ ഫാദേഴ്സ് ഡേയിൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്ന് തോന്നി. അച്ഛന് 2 ആൺമക്കളാണ്. ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞ് ആ വധുവിൻ്റെ വീട്ടിൽ സ്ഥിരതാമസമാണ്, വല്ലപ്പോഴും ഒരിക്കൽ വിളിച്ചാലായി. 2ാമത്തെ മകൻ UK-യിലാണ്, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ആളവിടെ അങ്ങനെ സിംഗിളായിട്ട് കഴിയാണ്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അച്ഛൻ ചെങ്ക് പൊട്ടി നിറകണ്ണുകളോടെ എന്നോട് പറഞ്ഞ കാര്യമാണ്. ആ വീട്ടിൽ അവർക്കൊരു പട്ടിയുണ്ട്, ഒരു ഡാഷ് ഇനത്തിൽപ്പെട്ട ഒരു പട്ടി. എല്ലാ ദിവസവും ഈ മകൻ വിളിക്കും, 2 പ്രാവശ്യം ഈ മകൻ വിളിക്കുമ്പോഴെല്ലാം അച്ഛനെയോ അമ്മയോ അല്ല ഈ മോന് കാണേണ്ടത്, ആ പട്ടീനെയാണ്. ഈ അച്ഛനോട് എപ്പോഴും ചോദിക്കും, അച്ഛനോ അമ്മയോ ആണ് ഫോൺ എടുക്കുക, പട്ടി എന്ത് കഴിച്ചു, പട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുത്തു, അവനെ കുളിപ്പിച്ചോ, ഈ പട്ടിയുടെ കാര്യങ്ങൾ മാത്രമാണ് മോൻ അന്വേഷിക്കുക. 2 നേരവും വീഡിയോ കോൾ ചെയ്ത് പട്ടീനെ കാണണം, ഈ ഫോണിലൂടെ ഈ പട്ടീനെ കളിപ്പിക്കണം. ഈ അച്ഛൻ്റെ അമ്മേനെയും കുറിച്ചിട്ട് ഒരു വാക്ക് പോലും വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലായി. അച്ഛൻ ഭക്ഷണം കഴിച്ചോ, അമ്മ ഭക്ഷണം കഴിച്ചോ, അമ്മയ്ക്ക് സുഖമാണോ, ഒന്നും ഈ മകൻ അന്വേഷിക്കാറില്ല. ഈ പട്ടീനെ സംരക്ഷണം, പട്ടി ഭക്ഷണം കഴിച്ചോ, കൃത്യമായിട്ടും ഇവിടെ ക്ലിനിക്കിൽ വിളിച്ച് ഈ മകൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ മാസവും ക്ലിനിക്കിൽ നിന്ന് ആൾ വരും, പട്ടീനെ കൊണ്ടുപോകും, പരിശോധനകളും അതിൻ്റെ ചികിത്സാ കാര്യങ്ങളെല്ലാം നടത്തും, കുളിപ്പിച്ച് ഷാമ്പൂ ചെയ്ത് നഖം വെട്ടി ഒക്കെ ക്ലിയറാക്കി എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പട്ടീനെ തിരിച്ചു കൊണ്ടുവന്നാക്കും. പക്ഷേ അച്ഛനും അമ്മയുടെയും സുഖവിവരങ്ങൾ, അച്ഛനും അമ്മയ്ക്കും സുഖമാണോ, ഡോക്ടറെ കണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ, ഈ മകൻ ഒരിക്കലും അന്വേഷിക്കാറില്ല. ഞാൻ വളരെ കാഷ്വലായിട്ടാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ആ അച്ഛനത് പറയുമ്പോൾ ഒരു മകനിൽ നിന്നും കിട്ടേണ്ട സ്നേഹം കിട്ടാതെ ആ ഹൃദയം തകർന്ന അച്ഛനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ അച്ഛൻ്റെ ചുണ്ടുകൾ വിതുമ്പി, കണ്ണ് നിറഞ്ഞൊഴുകി, വാക്കുകൾ കിട്ടാതെ ഇപ്പോഴും ആ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാദേഴ്സ് ഡേയിൽ ഈ അച്ഛൻ്റെ വിഷമം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്ന് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന നമ്മളാകാനായിട്ട് ഉരുകിത്തീർന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് ഫാദേഴ്സ് ഡേ ആയിരുന്നാലും മദേഴ്സ് ഡേ ആയിരുന്നാലും അങ്ങനെ ഒരു പ്രത്യേക ദിവസമൊന്നും വേണ്ട നമുക്ക് അവരെ പ്രത്യേകമായിട്ട് സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ആദരിക്കാനോ ഒന്നും. 365 ദിവസവും നമ്മൾ അവരെ സ്നേഹിക്കേണ്ടവരും ശുശ്രൂഷിക്കേണ്ടവരും പരിപാലിക്കേണ്ടവരൊക്കെയാണ്. നമ്മളതിന് കടപ്പെട്ടവരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഓരോ മക്കളും ഇന്നത്തെ ഈ നിലയിലേക്ക് ആവാനായിട്ട് എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഉരുകി തീർന്നിട്ടുണ്ട്, എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നവരവർ. ഒന്നിനും നമ്മൾ സമയങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല. പല മാതാപിതാക്കളെ നമുക്ക് കാണാം, 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നവരാണ്. രോഗം കൊണ്ടോ അല്ലെങ്കിൽ പ്രായം കൊണ്ടോ അങ്ങനെയൊക്കെ അവർ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ്, ചില മക്കൾ വളരെ വലിയ അഭിമാനത്തോടെ പറയണേക്കാം, ഞാൻ അമ്മയ്ക്ക് മുറിയിൽ TV വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛന് TV വെച്ച് കൊടുത്തിട്ടുണ്ട്, അതോടെ എല്ലാം ആയി എന്നാണ് ചില മക്കളുടെയൊക്കെ വിചാരം. ഒരിക്കലും അല്ല കേട്ടോ. അവരുടെ ഉള്ളിൽ ഈ മക്കളുടെ ആ ഒരു സാന്നിധ്യവും ആ അച്ഛ അമ്മ എന്നുള്ള വിളികളൊക്കെ ഒന്ന് കേൾക്കാനൊക്കെ, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി അവർ ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. അപ്പോൾ ഈ ദിവസങ്ങളിലെങ്കിലും ഞാൻ നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കുകയാണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ
അല്ലെങ്കിൽ അവരൊന്ന് പുറത്ത് കൊണ്ടുപോകാം, അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കോ, അല്ലെങ്കിൽ അങ്ങനെ ചിലർക്ക് ചിലപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഉള്ളിൽ വളരെ ആഗ്രഹമുള്ളവരുണ്ടാവും. ഒന്ന് പുറത്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കാതെ, അല്ലെങ്കിൽ മക്കളോടത് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായാലോ എന്ന് ഉള്ളിൽ ചിന്തിച്ച് ആ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ആ ദിവസങ്ങൾക്ക് കാത്തു നിൽക്കാം, നമ്മൾ അവരോടൊപ്പം ആയിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഒരുപാട് പേര് ശ്രമിക്കുന്ന അവരോടൊപ്പം ഉണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്തവർ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക സ്വന്തം മാതാപിതാക്കളെ. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ പറയുകയുണ്ടായി, ഞങ്ങൾ സംസാരിച്ചപ്പോൾ, അമ്മയ്ക്ക് വേളാങ്കണ്ണിയിൽ പോകണമെന്ന് വളരെ ആഗ്രഹമാണ്. അപ്പോൾ ഈ അധ്യാപകനായതുകൊണ്ട് വെക്കേഷൻ സമയങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. 3 ദിവസം, വെള്ളി ശനി ഞായർ 3 ദിവസം വേളാങ്കണ്ണിയിൽ പോകണമെങ്കിൽ മാറ്റി വയ്ക്കണം. ഈ അധ്യാപകൻ അതൊന്നും സമയം കിട്ടാറില്ല. ഓരോ പ്രാവശ്യവും വലിയ വെക്കേഷൻ വരുമ്പോൾ, 2 മാസത്തെ വെക്കേഷൻ വരുമ്പോൾ അമ്മ പറയും, മോനെ നമുക്കൊന്ന് വേളാങ്കണ്ണി പോകണോടാ. അപ്പോൾ മകന് എപ്പോഴും തിരക്കാണ്. പരീക്ഷ കഴിഞ്ഞു ഉടനെ പേപ്പർ വാല്യുവേഷനാണ്. അത് കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങളായി, അതിനിടയ്ക്ക് ഓരോ ഫംഗ്ഷനുകളായി, പ്രോഗ്രാമുകളായി. മകനും മകൻ്റെ കുടുംബവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ സമയം കണ്ടെത്തിപ്പോയി. ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ അധ്യാപകൻ അത് എന്നോട് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഈ വെക്കേഷനെങ്കിലും അല്ലെങ്കിൽ ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും അമ്മേനെ കൊണ്ടൊന്ന് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധ്യാപകൻ പറയാണ്, ഇല്ല സാറേ, ഇനി അങ്ങനെ ആ ആഗ്രഹം പറയാൻ അമ്മയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നിനും സമയം നമ്മുടെ ആരുടെയും കൈകളിലല്ലല്ലോ. അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേയിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് വേണ്ടി ജീവിച്ച് അവസാനിക്കാറായവരെ പരിഗണിക്കുക. അവരൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.